നിർത്തണാവേ. അങ്ങനെ ജാക്കി വേലായുധന്റെ ഒരു ദിവസം പോയി കിട്ടി. അല്ലേ ഇനി വന്നേ. എന്റെ കാശൊന്നും ഇല്ല കേട്ടോ. നീ നമ്മുടെ പയ്യനല്ലേ. നീ നിന്റെ ചങ്കി തൊട്ട് പറ. എന്നെ വിശ്വാസം ഇല്ലേ? നീ എന്നെ ഒന്ന് മിണ്ടാതിരിക്കുന്നേ. പൈസ നാളെ മതി. എന്നാ നീ വിട്ടോ. അപ്പൊ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ. എടാ എന്റെ കാശില്ലഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിൽ തരുവോ? ഓക്കെ വിട്ടോ. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ റൈറ്റ്. പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. ഇതെന്താ ലെനക്കുട്ടിയായിരുന്നു മോളെ. ആശാൻ ഇച്ചിരി പൂസ. ആശാന്റെ പേരിൽ പ്രശ്നം വല്ലതുണ്ടോ? എന്റെ പേര് ഇനി കേസുണ്ടായാല എന്നാ ചോദിക്കാനും പറയാനും ഈ ആശാൻ മാത്രമല്ലേ ഉള്ളൂ. ഇതുപോലൊരു മോൾ എനിക്കുണ്ടായിരുന്ന കഥയൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. കെട്ടിയോള് ചൊവ്വില്ലാതായിപ്പോയി. മോളെ ഞാൻ അറിഞ്ഞുകൊണ്ട് കുടിയനായതല്ല. രക്തബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും ഇവിടെ വിലയില്ലാതായിപ്പോയി. ഓരോരുത്തരുടെ കുറവ് മുതലെടുത്ത് അവസാനം കുപ്പത്തൊട്ടിലെറിയും. അതായി ലോകം. എൻ്റെ മക്കളിങ്ങി വന്നേ. ഇത് ആശാൻ ടച്ച് സിങ്ങിന് മേടിച്ചതാണെങ്കിലും എൻ്റെ മോളെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് തരട്ടെ. വേണ്ട വേണ്ട ആശാനെ. അങ്ങനെ എൻ്റെ പൊന്നുമോള് പറയരുത്. ഞാൻ കൂടൂല. പിടി. ആശാനത്തിന് കഞ്ഞി കൊണ്ട് വരട്ടെ. ഈ വയറ്റിൽ കഞ്ഞി അലർജിയാ മോളെ. വേഗാത്ത ചോറ് വെന്ത് കിട്ടുമെന്നല്ലാതെ എനിക്കൊരു ഗുണവുമില്ല. നന്ദിയുണ്ട്. നിങ്ങളെങ്കിലും ചോദിച്ചല്ലോ കഞ്ഞി കുടിക്കുന്നോന്ന്. ഈ വന്നേ. ഇവളുണ്ടല്ലോ, ഇവളെ നമുക്കൊരു ഡോക്ടറാക്കണം. ഇവിടെ അപ്പം 10 വീട് പോയി പണി നോക്കാൻ പറ. എൻ്റെ കുഞ്ഞിനെ ആശാൻ പഠിപ്പിക്കും. ഈ മഞ്ഞു കൊള്ളണ്ട. എൻ്റെ മക്കൾ പോയി കിടക്ക്. ചെല്ല്. തലേ കൊച്ചിനെ വിളിച്ചോണ്ട് വീട്ടിൽ പോവും. ചെല്ലു മോളെ. ആശാനും ഇവിടെ എവിടെയല്ലോ ഒന്ന് ചുരുണ്ട് കൂടട്ടെ. മിട്ടു, വണ്ടിക്ക് ക്ലച്ചും ബ്രേക്കും കുറവാ. നീ ഒന്ന് നോക്കണേടാ. ഒന്ന് പണിതോണ്ടിരിക്കല്ലേ, വണ്ടി ഇട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. അളിയാ ഒന്ന് വേഗം ചെയ്ത് തരണേടാ. ഓട്ടോ ഉള്ളതാ, അല്ല നമ്മൾ പട്ടിണിയാവും. നോക്കാടേ. എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ, ഇതെവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. പെട്ടെന്ന് ആളെ കണ്ടില്ല. ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നു. ദേ ഇതാണ് നിങ്ങൾ അന്വേഷിച്ച വേലായുധനാശാന്റെ വർക്ക്ഷോപ്പ്. ഇതാരാ? അതൊന്നും എനിക്കറിയില്ല, വഴി വെച്ച് കണ്ടതാ. നിങ്ങളുടെ വർക്ക്ഷോപ്പിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ കൂടെ കൂട്ടിയതാ. പിന്നെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഓക്കെ, അപ്പം ശരി എന്നാ. ആശാനെ കാണാൻ വന്നതാണോ? അതെ, പക്ഷെ ആശാന് മുൻപരിചയമൊന്നുമില്ല. ഇവിടെ അടുത്തൊരു കടയിൽ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. വരുമാനം തീരെ കുറവാ. ഇവിടെ വല്ല ജോലിയും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നാ. ഓ അത് ശരി. ഏതായാലും എൻ്റെ അടുത്ത് വന്ന് ചേർന്നത് നന്നായി. പപ്പേട്ടിൻ്റെ അടുത്ത് എങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വന്നേനെ. അതൊക്കെ പോട്ടെ, പണി വല്ലതും അറിയാവോ? വർക്ക്ഷോപ്പിൽ ഇതുവരെ ജോലിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം. പേരെന്താ? ശരൺ. എൻ്റെ പേര് മിട്ടു. ആശാന്റെ അടുത്ത് സംസാരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എടാ ഒരാളെ കൂടെ നിർത്താൻ ഇത് വലിയ വർക്ക്ഷോപ്പൊന്നും അല്ല. പണിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. വേലായുധനാശാൻ അറിയുന്നവരൊക്കെ എനിക്കിട്ട് പണിതിട്ടേ പോവും. അല്ല, കാണാൻ കുറച്ച് വർക്കത്തിലെന്ന് കരുതി പണിക്കൂലിയുടെ കാര്യത്തിൽ ബംഗാളിയെക്കാളും തീരെ കുറവാ. ഈ വേലായുധനാശാൻ അറിയാവുന്നവരൊക്കെ കടവും പറഞ്ഞിട്ട് അങ്ങ് പോവും. താനങ്ങ് ഒരുപാട് ദൂരെന്ന് വന്നതല്ലേ, എങ്ങനെയാ പറ്റില്ലെന്ന് പറയാ? യോഗ്യനാണെന്ന് കണ്ടാ തോന്നൂലോ. അല്ല വേറെ പണിയൊന്നും താൻ തേടിയില്ലേ? ഇല്ല ആശാനെ. അതെന്നെ അന്വേഷിച്ചില്ലേ? അന്വേഷിക്കാണ്ടല്ല, അതിന് വല്ല പഠിത്തം വേണ്ട ആശാനെ. കുറഞ്ഞൊരു 10ാം ക്ലാസ്സെങ്കിലും ഉണ്ടോ? ആള് കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല. കുറച്ച് ദിവസമെങ്കിലും നിർത്താം ആശാനെ. നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂലിയൊന്നും ഇപ്പൊ തരത്തില്ല. തന്നെ ഞാൻ ആദ്യം ഒന്ന് മനസ്സിലാക്കട്ടെ. അത് മതി ആശാനെ. പിന്നെ കിടക്കാനാണെങ്കിൽ ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. എനിക്ക് AC റൂം വേണം, എനിക്ക് കംഫർട്ട് ബെഡ് വേണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തരത്തില്ല. ഉള്ള സൗകര്യത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ കൂടെ ദൈവനും കാണും. ഇതുപോലെ പണ്ടൊരുത്തൻ ഇവിടെ നിന്നിട്ട് എൻ്റെ ജാക്കി ഉൾപ്പെടെ പലതും അടിച്ചുകൊണ്ട് പോയതാ. അങ്ങനെ അങ്ങാണ് സംഭവിച്ചാ എൻ്റെ തനി സ്വഭാവം താൻ തിരിച്ചറിയും. പറഞ്ഞേക്കാം. ഒരിക്കലും ഇല്ല ആശാനെ.
ഞാനൊരു ബുദ്ധിമുട്ട് ആശാൻ ഉണ്ടാക്കില്ല. ഇവനെ കൂടാതെ വേറൊരു വേട്ടാവളിയും കൂടി ഉണ്ട് ഇവിടെ. അവനെ കൂടെ കടത്തുന്നത് നീ സൂക്ഷിച്ചോണം. ഇവനെല്ലാം പറഞ്ഞു തരും. വിളിച്ചോണ്ട് പോ. അല്ല നീ കള്ളു കുടിക്കോ? കള്ളു കുടിക്കില്ല ആശാനെ. അപ്പം നിന്നെ ഈ വർഷോപ്പിന് ആവശ്യമില്ല. എടാ കള്ളു കുടിക്കാത്ത ഒരുത്തനെ എങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടും? ആശാനെ വിളിച്ചോണ്ട് പോ. വാ നടക്ക. ഞാൻ പറഞ്ഞില്ലേ ആശാൻ സമ്മതിക്കുന്നു.